എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയുന്ന ഒരു ഫേസിനെ കുറിച്ചാണ്. ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഡിവൈൻ മാസ്കുലിനും ഡിവൈൻ ഫെമിനൈൻസും ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയുന്ന ഫേസിലൂടെ കടന്നു പോകാറുണ്ട്. ഡിവൈൻ ഫെമിനൈൻസ് ഈ ഒരു ജേണിയിൽ രണ്ട് മേജറായിട്ടുള്ള ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയുന്ന ഫേസിലൂടെയാണ് കടന്നു പോകാറുള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സെപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ സോൾ അവേക്കനിങ് സംഭവിക്കുന്ന സമയത്ത് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്ന ഫേസിലൂടെ കടന്നു പോകാറുണ്ട്. രണ്ടാമതായിട്ട് ഇന്നർ യൂണിയൻ സംഭവിച്ചതിന് ശേഷം ഫൈനൽ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു സമയത്തും മേജറായിട്ടുള്ള ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ കടന്നു പോകാറുണ്ട്. ഇനി ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫെമിനൈൻ ആണെങ്കിലും മാസ്കുലിൻ ആണെങ്കിലും ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയുന്ന ഫേസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആദ്യം അവയർനെസ്സിൽ ഉണ്ടാകേണ്ട കാര്യം ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ക്ലെൻസിങ് പീരീഡാണ്. ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് നടത്തുന്ന ഒരു സമയമാണ്. ഇവിടെ നമ്മുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളെ ഉള്ളിലുള്ള എല്ലാ അൺഹീൽഡ് പാർട്സിനെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ക്യാരി ചെയ്യുന്ന കർമ്മ ബാഗേജസ് ആണെങ്കിലും ബിലീഫ് സിസ്റ്റത്തിനെ ആണെങ്കിലും മൊത്തത്തിലൊന്ന് ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്, നമ്മൾ ഹീലിംഗ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. പലപ്പോഴും നമുക്കിതൊരു പണിഷ്മെൻ്റായിട്ട് തോന്നാറുണ്ട്. എങ്കിലും ഞാൻ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാം, ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാകും. നമ്മുടെ പെർസെപ്ഷനിലും നമ്മളെ അവയർനെസ്സിലും മറ്റുള്ള വൂൺസും എല്ലാം ഹീലായ പോലെ ഉണ്ടായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള പോലെ ഉണ്ടാകും. മുൻപ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ പിന്നീട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെ അതിനോടുള്ള നമ്മുടെ എനർജി കംപ്ലീറ്റ്ലി എൻഡ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ചേഞ്ചസ് ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്ന ഫേസ് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ സ്പിരിച്വലി കണക്റ്റഡ് ആയ പോലെയും അവയർനെസ്സും വിസ്റ്റവും എല്ലാം ഒന്നുകൂടെ ഒരു ലെവലിൽ കൂടിയ പോലെയും നമുക്ക് തോന്നാറുണ്ട്. ഇനി മേജറായിട്ടുള്ള രണ്ട് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സോൾ അവേക്കനിങ് അല്ലെങ്കിൽ സെപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ഫെമിനൈൻ എന്ന് പറയുന്നത് ഒരു അൺസർട്ടനിറ്റിയിലേക്ക് ഡിവൈൻ തള്ളിവിടുകയാണ്. അതായത് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പെയിൻ ഉണ്ട്, ഇനി എന്താകും എങ്ങനെയാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. അത്രമേൽ കൺട്രോൾ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചൊരു റിലേഷൻഷിപ്പ് അത് ബ്രേക്ക് ആവുന്ന സമയത്ത് അത് സോൾ ലെവലിൽ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന അത്രമേൽ പെയിൻഫുള്ളായിരിക്കും. അതുമാത്രമല്ല ആ ഒരു ടൈമിൽ ഫെമിനൈൻസിൻ്റെ ലൈഫിൽ മറ്റ് മേഖലകളിലും പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുന്നൊരു ഫീൽ ഉണ്ടായിരിക്കാം. ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസ് വരാം. ഈ ഒരു ടൈമിൽ ഫെമിനൈൻ എനർജീസിന് ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല, ഫുൾ ടൈം കരച്ചിലായിരിക്കും, ഫുഡ് കഴിക്കാൻ തോന്നില്ല, എഴുന്നേക്കാൻ തോന്നില്ല. അത്തരത്തിൽ വലിയൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഫേസ് ആയിരിക്കും ഇത്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള സിംറ്റംസൊക്കെ ഈ ഒരു ഫേസിലുണ്ടായിരിക്കും. ഈ ഒരു ഫസ്റ്റിലെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ നമ്മുടെ ലെവൽ ഓഫ് അവെയർനെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ ഒരു ലെവൽ ഓഫ് അവെയർനെസ് ഒരു പടി ഉയർത്തുക എന്നുള്ളതാണ് ഈ ഒരു ഫേസിൽ, അല്ലെങ്കിൽ നമ്മളെ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്കുള്ള ഒരു ദക്ഷിണ കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്യുക എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ഇവൻ്റായിട്ട് നമുക്കിതിനെ കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി സ്പിരിച്വൽ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യും. ഹീലിംഗ്, ട്വിൻ ഫ്ലെയിം ജേർണി എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബേസിക് അവെയർനെസ്സിലേക്കൊക്കെ നമ്മൾ ഈ ഒരു പീരീഡ് കഴിഞ്ഞാൽ വരും. ഇനി രണ്ടാമത്തെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളാണ് ഒരു ഫൈനൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ, ഒരു ഇന്നർ യൂണിയൻ ഫേസ് എന്ന് പറയുന്ന ഫേസ് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് അത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളതായിരിക്കും. ആദ്യത്തെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് നമുക്കൊരു സെപ്പറേഷൻ പെയിൻ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ, ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾ ഒരുപാട് ഹീലായിട്ടുണ്ട്. ഫെമിനൈൻ എനർജി വളരെ ഡീപ്പായിട്ട് ഇന്നോവോക്ക് ചെയ്ത് ഹീലായിട്ട് അസെൻഡ് ചെയ്ത് മുന്നോട്ട് വന്നൊരു സോളാണ്. വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള സോളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലുള്ള ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളതായിരിക്കും. നമ്മളെ സോൾ ലെവലിൽ ഷേക്ക് ചെയ്ത് അത്രമേൽ ഇൻറ്റൻസ് ആയിരിക്കും. ഇതിന് ഡിവൈൻ ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഒരു 6 month പീരീഡൊക്കെയാണ് ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഉണ്ടാക്കാറുള്ളത്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഹീൽഡ് ചെയ്ത സോൾ ആയതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന എല്ലാ അൺഹീൽഡ് പാർട്സിനെയും ഈ ഒരു 6 months കൊണ്ട്
വളരെ ഇൻറ്റൻസായിട്ട് നമ്മളിൽ നിന്ന് ക്ലെൻസ് ചെയ്ത് പോകും. അതേപോലെ തന്നെ നമ്മളെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ സ്പിരിച്വലി ഡീപ്പിലേക്ക് നമ്മൾ പോകും ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ ഹീൽ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ അത് ഹീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ യൂണിവേഴ്സിനൊന്നും മിസ്സാകാറില്ല. അപ്പോൾ യൂണിവേഴ്സ് ഈ ഒരു ടൈമിൽ നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഹീൽ ചെയ്ത് തരും. ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ആളുകൾക്ക് അത്രമേൽ ഇൻറ്റൻസ് ആയിക്കൊള്ളുന്നില്ല, ചെറിയ രീതിയിൽ പോയേക്കും. കാരണം ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ഇന്നർ യൂണിയന് ശേഷം ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇന്നർ വർക്ക് പീരീഡ് ഉണ്ട്. ഈ ഒരു ഇന്നർ വർക്ക് പീരീഡിൽ നമ്മുടെ ഉള്ളിലുള്ള മാസ്കുലിൻ എനർജിയെ ഹീൽ ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ഒരു കർമ്മ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ ഇഗ്നോർ ചെയ്തത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് അത്രമേൽ പെയിൻഫുൾ ആയിട്ടുള്ളതായിരിക്കും. നമ്മൾ മരണത്തിനൊക്കെ മുന്നിൽ കാണുക എന്ന് പറയുന്ന മാതിരിയുള്ള അത്രമേൽ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു പീരീഡ് ആയിരിക്കും. പക്ഷേ വൺസ് നമ്മൾ ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ആളായിരിക്കും. നമ്മുടെ അവയർനെസ്, നമ്മുടെ വിസ്ഡം, നമുക്ക് ലോകത്തോടുള്ള അപ്രോച്ച്, നമുക്ക് നമ്മുടെ മനസ്സിനോടും ശരീരത്തിനോടും ആത്മാവിനോടുമുള്ള ഒരു അപ്രോച്ച് നമ്മൾ അത്രമേൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഫെമിനൈൻ എനർജിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 6 months ലാസ്റ്റ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ചില സമയം നമുക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റിക്കൊള്ളണമെന്നില്ല. പലതരത്തിൽ നമ്മൾ എഴുന്നേറ്റ് വരുന്ന സമയത്ത് യൂണിവേഴ്സ് നീ അങ്ങനെ എഴുന്നേൽക്കണം, നീ കിടന്നോ എന്ന് പറയുന്ന രീതിക്കായിരിക്കും. നമുക്ക് ചുറ്റും എല്ലാ തരത്തിലും എവിടെ പോയാലും നമ്മളിപ്പോൾ ഒന്നിനും പോകുന്നില്ല എങ്കിൽ പോലും നമ്മളെ തേടി ട്രിഗേഴ്സ് വരുന്നൊരു ഫീലായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന്, സ്ട്രേഞ്ചേഴ്സിൽ നിന്ന്. അത് ചെറിയ ചെറിയ ട്രിഗേഴ്സ് ആയിരിക്കും. നമ്മുടെ സോൾ ലെവലിൽ നമ്മളെ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന തരത്തിലുള്ള ട്രിഗേഴ്സ് ആയിരിക്കും വരിക. ഈ ഒരു സമയത്ത് നമ്മുടെ എല്ലാ ഫിയേഴ്സിനെയും നമ്മളോട് തന്നെ മറച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഹീൽ ചെയ്യാൻ എന്ന് പറഞ്ഞ പല കാര്യങ്ങളുണ്ടായിരിക്കും. അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യും, നമ്മൾ ഹീൽ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എൻ്റർ ആവുന്നത്. ഈ ഒരു എൻ്റർ ആവുന്ന ഈ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മളൊരു തികച്ചും പുതിയ ഒരാളായിരിക്കും. നമ്മുടെ ഹീലിംഗ്, നമ്മുടെ ചോയ്സസ് അതൊക്കെ വ്യത്യസ്തമായിട്ടുണ്ടായിരിക്കും. നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാകും. കാരണം ഇവിടെ ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ അത്രമേൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ആണ് ഡിവൈൻ നടക്കുന്നത്. അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മെയിനായിട്ട് 2 ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളാണുള്ളത്. ഒന്ന് ഫസ്റ്റ് അവേക്കണിങ് സംഭവിക്കുന്ന സമയത്ത്, അത് സെപ്പറേഷൻ പെയിനിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നുമാണ്. പക്ഷേ ഒരു അവേക്കണിങ് ഫേസിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാര്യമല്ല. ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് വലിയ കാര്യം തന്നെയാണ്, അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഇന്നർ യൂണിയന് ശേഷം ഉണ്ടാകുന്ന ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളാണ്. അതും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻറ്റൻസ് ലെവലിൽ ക്ലെൻസിങ് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം എപ്പോഴും അവെയർനെസ്സിൽ നിൽക്കേണ്ട ഒരു കാര്യം, ഫെമിനൈൻസ് ആണെങ്കിൽ എപ്പോഴും ഒരു ചിന്ത ഉണ്ടാകണം. എപ്പോഴൊക്കെ നമ്മൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ടോ, എപ്പോഴൊക്കെ നമ്മൾ തകർന്നു പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ, അതെല്ലാം ഡിവൈൻ ഈ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഓരോ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഓരോ തവണ നമ്മൾ കരയുന്ന സമയത്തും അത് ഡിവൈൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതൊക്കെ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞ് വരുന്ന നമ്മളെ ആ ഒരു ചേഞ്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. കുറച്ചും കൂടി ജേണിയിലേക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്കത് ആ ഒരു മാറ്റത്തെ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും. റെസിസ്റ്റൻസ് കാണിക്കുന്ന അത്രത്തോളം ഇൻറ്റൻസ് ആയിരിക്കും പെയിൻ എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ ആക്സെപ്റ്റിംഗ് മോഡിലേക്ക് വരുന്നു അത്രത്തോളം കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പെയിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻറ്റൻഷ്യലി വരുന്നതായിരിക്കില്ല, അല്ലാതെ അൺഇൻറ്റൻഷ്യലി നമ്മുടെ ഉള്ളിൽ വരുന്നതായിരിക്കാം, നമ്മളറിയാതെ വരുന്നതായിരിക്കാം. എങ്കിൽ പോലും ഒരു അവെയർനെസ്, മിനിമം ഒരു അവെയർനെസ് ഉണ്ടായിരിക്കാം. കരഞ്ഞ് തളർന്നിരിക്കുന്ന സമയത്തെങ്കിലും ഇറ്റ്സ് പാർട്ട് ഓഫ് ഡിവൈൻ പ്ലാൻ എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും ഉണ്ടാവുക, ഡിവൈനിലേക്ക് സമർപ്പിക്കാം. ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ്, ഈ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഫേസ് എന്ന് പറയുന്നത് നമ്മളൊരു ഹീലിംഗ് പീരീഡ് അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് പീരീഡായിട്ട് എടുത്താൽ മതി. അത് കഴിഞ്ഞ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫേസ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.